എന്തായാലും ഞാനിവിടെ ഇറങ്ങാൻ പോവാ, അല്ലെങ്കിൽ എന്റെ ട്രെയിൻ പോകും. നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു കാര്യം നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. നമ്മുടെ വേദ സിറ്റിക്ക് ഇന്നൊരു വലിയ നേട്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ നാടിന്റെ ഏറ്റവും വലിയ റെയിൽവേ ടണൽ റൂട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഈ ടണൽ റൂട്ടിൽ നിന്നും വേദ സിറ്റിയിലേക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അവസാനം എത്തിച്ചേരുന്ന സ്റ്റേഷൻ വീനസ് ടെർമിനൽ. ഈ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും. ഒരു സംശയം വേണ്ട. നമുക്ക് ഉദ്ഘാടനം നടത്താം. കേറിക്കോളൂ. ബൈ. ശിവ, നീ ആ നാലാൾക്കാരെ ശ്രദ്ധിച്ചോ? എനിക്കെന്തോ അവരെ പെരുമാറ്റം ശരിയായിട്ട് തോന്നില്ല. നീ പറഞ്ഞത് ശരിയാണല്ലോ രേവ. ശിവ, ശിവ അവിടെ നോക്ക്. ആ 4 പേരും ഓടിപ്പോയി എഞ്ചിന്റെ അകത്ത് കയറുന്നു. അവര് സാധാരണ പാസഞ്ചേഴ്സ് ആണെങ്കിൽ പാസഞ്ചേഴ്സിന്റെ കമ്പാർട്ട്മെന്റിലല്ലേ കയറേണ്ടത്. ഓക്കെ രേവ, ഞാൻ എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കട്ടെ. ലട്ടു സിംഗ് സർ, ഒന്ന് കേൾക്കൂ. എനിക്ക് പ്രധാനമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ബാറ്ററി ഫുൾ ആയിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. ബാറ്ററി ഇല്ലാതെ ഈ എനിക്ക് പറക്കാനും സാധിക്കില്ല. ഗ്ലൂ ടയർ ഓൺ ചെയ്ത് ട്രെയിനിൽ കൂടി പോയാൽ മാത്രമേ വേഗം അവിടെ എത്തൂ. ആ കുട്ടിയെ കണ്ടില്ലേ? വല്ലാത്ത അതിശയം തന്നെ. ആ സൈക്കിൾ ഓടിക്കുന്നു. നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയല്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? ഞങ്ങൾക്ക് എന്താ വേണ്ടതിനെ കുറിച്ച് താൻ ചിന്തിക്കേണ്ട കാര്യമില്ല. ട്രെയിൻ ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങൾ ട്രെയിൻ നിർത്താൻ പറയുന്ന സ്ഥലത്ത് ട്രെയിൻ നിർത്തിക്കൊള്ളാം. ഹലോ അങ്കിൾ, ഞാനും നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്തോട്ടെ? ഓ, എന്താ ഈ കാണുന്നത്? ആ കുട്ടി എങ്ങനെയാണ് അകത്ത് വന്നത്? പിടിക്കവനെ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പിടിക്ക്, ഇവനിട്ട് നല്ലത് കൊടുക്ക്. നമ്മളോടാ ഏറ്റുമുട്ടാൻ വന്നത്. നീ എന്തായി കാണിക്കുന്നത്? എന്നെ വിട് ശിവ, ഇവരെ തടയ, അല്ലെങ്കിൽ ട്രെയിൻ ഭയങ്കര സ്പീഡായി പോകും. ഇനി വരുന്നത് ടണലാണ് ശിവ. ലഡു സിംഗ് സർ, ഇതാ സാറിന് പുതിയ വിരുന്നുകാര്.
നിങ്ങൾ എല്ലാരും കൂടി ട്രെയിനിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു അല്ലേ? ഹൈ, നിങ്ങൾക്കൊന്നും അറിയില്ല. ഇവിടുന്ന് 50 കിലോമീറ്റർ ഒരുപാട് ദൂരെ ഒരു ട്രെയിനിനെയോ അല്ലെങ്കിൽ ബസ്സിനെയോ ഹൈജാക്ക് ചെയ്യാൻ ആർക്കും ധൈര്യം വരില്ല. ഞാൻ ഉള്ളതുകൊണ്ട്. ലഡ്ഡു സിംഗ് സാറേ, കൃത്യസമയത്തിന് ശിവ വന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ സംഭവിച്ചേനെ. താങ്ക് യു ശിവ. സർ വേഗം പോകൂ, അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് ഒക്കെ ടെൻഷൻ ആവും. ബൈ. ഈ ടണലിന്റെ അകത്ത് ഇതുവരെ ലൈറ്റ് പിടിപ്പിച്ചിട്ടില്ലേ? പിന്നെ ഈ വെളിച്ചം ഏതാ? ഞാൻ എന്തായി കാണുന്നത്? ഈ ട്രാക്ക് പുതിയൊരു ട്രാക്ക് ആണല്ലോ. എന്തോ വലിയ കുഴപ്പമുണ്ട്. അല്ല, ഇതെന്താ? ട്രെയിനിന്റെ കൺട്രോള് കിട്ടുന്നേ ഇല്ലല്ലോ. ഈ ട്രെയിനിന്റെ ട്രാക്ക് ആണെങ്കിൽ ചെയ്യാവുന്നേ ഇല്ല. ഇതെന്താ ട്രെയിൻ നിന്ന് പോയത്? കൊള്ളാം. ടണൽ ഉദ്ഘാടനം ചെയ്തപ്പോ ഇങ്ങനെയാണെങ്കിലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണാവോ? അല്ല, ഇത് ഏത് സ്റ്റേഷനിലാണ് ട്രെയിൻ വന്ന് നിൽക്കുന്നത്? എന്ത് പറയാനാ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ഏതാ സ്ഥലത്ത്? ഹായ്, ഹലോ എവറിബഡി. ഇത് ഞമ്മന്റെ സ്റ്റേഷനാണ്. നമ്മുടെ പേരാണ് ഗുംനാം സിംഗ്. അങ്ങൾ എല്ലാവർക്കും ഗുംനാം സ്റ്റേഷനിലേക്ക് സ്വാഗതം. നമ്മളെ കുറിച്ചും ഈ സ്ഥലത്തിനെ കുറിച്ചും ആർക്കൊന്നും അറിഞ്ഞൂടാ. ഗോപാൽ സിംഗ്, താൻ എന്തിനാ എന്റെ ട്രെയിനിനെ പിടിച്ചു വെച്ചത്? അതല്ലേ ഞമ്മന്റെ പ്രധാന പണി. ഞമ്മള് പെരുത്ത് വലിയ പണിയെ ചെയ്യൂ. ചെറിയ പണി നമുക്ക് സൂട്ടാവൂലപ്പാ. ഇങ്ങളൊക്കെ ഇനി ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. എല്ലാരും സന്തോഷായിട്ടിരിക്കും. ബാക്കി കാര്യം ഞമ്മളെ കണ്ടോ? ആ ബാഗ് ഇപ്പൊ കാണാനില്ലല്ല. ആരുടെ ബാഗാ? നിങ്ങളുടേതാ? എന്റെയാണോ? ആരെ ബാഗാണെങ്കിലും ഈ ഗുംനാം സ്റ്റേഷനിൽ നിന്ന് കാണാതായില്ലേ? ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും കാണാതാവും, അറിയോ? അങ്ങനെ ഓരോരുത്തർക്കും കാണാതാവണ്ടെന്നുണ്ടെങ്കിൽ മുണ്ടാണ്ട ട്രെയിനിന്റെ അകത്ത് കയറി ഇരുന്നോളി. നമ്മൾ ആരെയും ദ്രോഹിക്കാനായിട്ട് വിചാരിക്കുന്നില്ല. മുത്തശ്ശി, ശിവ ഇവിടെ വീട്ടിലുണ്ടോ? ലഡ്ഡു സിംഗ് ഇപ്പോഴല്ലേ വന്ന് കേറിയത്. കുറച്ച് ശ്വാസം നേരെ വിടൂ. ഇതെന്താ ഇത്? ഇങ്ങനെ നിങ്ങൾ വിയർത്തൊലിക്കാൻ കാരണം എന്താ? എനിക്ക് തോന്നുന്നത് 2 കാരണങ്ങളായിരിക്കും. അതായത് വെയിലിന്റെ ചൂട് കൊണ്ട് നിങ്ങൾ ആകെ തളർന്നു വന്നതാവും, അല്ലെങ്കിൽ ശിവയെ വിളിക്കാനുള്ള ഐഡിയ ആയിരിക്കും ഇത്. വെയിലിന്റെ ചൂട് സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കുടിക്കാൻ തണുത്ത വെള്ളം കൊണ്ടുവരാം. അല്ലാതെ എന്റെ ശിവയെ കൊണ്ടുപോവാനാണ് വന്നതെങ്കിൽ വെള്ളത്തിന്റെ ഒരു തുള്ളി പോലും ഞാൻ കാണിക്കില്ല. ലഡ്ഡു സിംഗ്, നീ എന്താ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്? ശിവയുടെ മുത്തശ്ശി, അവന് വല്ല വെള്ളവും മറ്റോ കുടിക്കാൻ കൊടുക്ക്. മുത്തശ്ശി, അത് പിന്നെ ഈ വഴിക്ക് പോണ സമയത്ത് നിങ്ങളെ കുറിച്ച് ഓർമ്മ വന്നു. എന്നാ പിന്നെ നിങ്ങളെന്നെ കണ്ടിട്ട് പോവാന്ന് കരുതി വന്നതാണേ. മുത്തശ്ശി ഇത് എപ്പോഴും എന്നെ കുറിച്ച് പറയുന്ന കാര്യമാണല്ലോ. എനിക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്ത് മാത്രമേ ഞാൻ നിങ്ങളൊക്കെ ഇവിടെ വന്ന് കാണാറുള്ളൂന്ന്. ഇനി ഇപ്പൊ മുത്തശ്ശൻ തന്നെ ഒന്ന് പറയൂ. ഇന്ന് രാവിലെയാണ് ഞാൻ ടണൽ ട്രെയിൻ ഉദ്ഘാടനം നടത്തിയത്. യാത്രയുടെ തുടക്കം നന്നായിരുന്നു. ട്രെയിൻ ടണലിലെത്തിയതും കാണാതെയായി. ഇത് കേട്ടിട്ട് മുത്തശ്ശൻ തന്നെ ഒന്ന് പറയൂ.
ടണലിലെത്തിയ ട്രെയിന് തന്നെ എങ്ങനെ കാണാതെ പോവുക മുത്തശ്ശൻ പറ. എന്താ? അതെ, ഞാനിപ്പോ പറഞ്ഞത് സത്യമാണ്. മുത്തശ്ശി ഇപ്പൊ കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരൂ. മുത്തശ്ശ, ട്രെയിൻ ടണൽ വഴി യാത്ര ചെയ്യുന്ന സമയത്ത് എങ്ങനെ കാണാതെ ആയി പോയെന്നാണ് അതിശയം തോന്നുന്നത്. എനിക്കാണെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ കുടുംബത്തിൽ നിന്നും ഫോൺ വന്നുകൊണ്ടേയിരിക്കാണ്. ഇത് വളരെ മോശമായല്ലോ. ദാ ലഡ്ഡു സിംഗ് നല്ല തണുത്ത നാരങ്ങ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, ലഡ്ഡു സിംഗ് എവിടേക്കാ പോയേ? അയാള് ശിവയും വിളിച്ചുകൊണ്ട് പോയല്ലേ? നീ വെറുതെ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ വിഷമിക്കുന്നത്? അവര് രണ്ടുപേരും കറങ്ങാൻ പോയിരിക്കുകയല്ലേ. ഇങ്ങതാ, ഞാൻ കുടിക്കാം ഇത്. കൊള്ളാം, ഈ നാരങ്ങ വെള്ളം അടിപൊളിയായിട്ടുണ്ട്. വെറുതെ ഓരോ ഡയലോഗും ഇങ്ങനെ പറയല്ലേ. എനിക്ക് നല്ലോണം അറിയാം രണ്ടും കൂടി എവിടേക്കാ പോയെന്ന്.